ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 62 റിവ്യൂ. ഇന്ന് ഷാനവാസ് ചീഞ്ഞഴിഞ്ഞ ദിവസമായിരുന്നു. ഓവർ കോൺഫിഡൻസ് ആണോ അതോ ഫാമിലി റൗണ്ട് വന്നതിന് ശേഷം പ്രേക്ഷക പ്രീതി നേടാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതിയിട്ടാണോ ആവോ? ചില മോഷണങ്ങൾ നല്ലതാണെന്നും അത് ഫണ്ണായിട്ട് എടുക്കാമെന്നും ഷാനവാസ് അപ്പോൾ അന്വേഷണം പറയുന്നത് ഇത്തിരി പതുക്കെ പറയേണ്ട, നിങ്ങൾ മോഷ്ടിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നെവിൻ പറയുന്നു. ഞാനില്ലെങ്കിൽ ഇവിടെ സ്പൈക്കുട്ടനൊന്നും ഇല്ലെന്ന് നെവിന്റെ മോഷണം പിടിച്ചെടുക്കാനാണ് സ്പൈക്കുട്ടനോട് വരുന്നത്. ഫ്ലോർ ക്യാപ്റ്റനായ ആര്യൻ ഷാനവാസിനോട് ഫ്ലോർ വൃത്തിയാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഷാനവാസ് വരാമെന്ന് പറയുന്നു. എന്നിട്ട് ആര്യന്റെ അടുത്ത് ഭിന്നിരിക്കുന്ന കണ്ടു പറയുന്നു, ചാണകം ചാരിയ ചാണകം മണക്കുമെന്ന്, ക്യാപ്റ്റനല്ലേ അടുത്തിരിക്കുന്നതെന്ന് ഷാനവാസിനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് ആര്യനോട് ബിന്നി. ഞാൻ പറയണോ എന്ന് ബിന്നി ചോദിക്കുന്നു. നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് ബിന്നി. 9 വോട്ടുകളോടെ ഷാനവാസും 7 വോട്ടുകളോടെ അനീഷുമാണ് ജയിലിൽ പോയത്. ഷാനവാസ് മെയിനായിട്ടും മട്ടൺ കട്ടേന്റെ പേരിലാണ് ജയിലിൽ പോയത്. അനീഷ് ആകട്ടെ വീട്ടുകാർ വന്നതിന് ശേഷം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നുവെന്ന് ചെയ്യുന്ന പണിയൊക്കെ ഉപേക്ഷിച്ച് സ്റ്റോർ റൂമിൽ പോകുന്നു. പാരടി ഗാനത്തിന്റെ അകമ്പടിയാണ് അവരെ ജയിലിലേക്ക് അയച്ചത് അക്ബറിന്റെ. ഇന്ന് കഞ്ഞിയുടെ ഒപ്പം ചമ്മന്തി മാത്രമുള്ള അച്ചാറില്ലെന്ന് അനുമോൾ. അടുത്ത ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഓണിയിൽ തെരഞ്ഞെടുത്ത അനുമോളെയും ആദിലയുമാണ്. ആദില തിരഞ്ഞെടുത്ത നൂറയും ലക്ഷ്മിയുമാണ്. നൂറയാകട്ടെ ലക്ഷ്മിയെയും ആദിലയും, അനുമോൾ ജിസയിലെയും ആദിലയും, അക്ബർ ആദില അനുമോൾ, സാബുവനാകട്ടെ അനുമോൾ ലക്ഷ്മി, ആര്യൻ ആദില ലക്ഷ്മി, ലക്ഷ്മി ജിസയിൽ നൂറ, ജിസയിൽ ലക്ഷ്മി, ജിസയിൽ അക്ബർ ആദില, ജിസയിൽ ലക്ഷ്മി. 4 വോട്ടുകളോടെ ജിസയിലും 6 വീതം വോട്ടുകളോടെ ആദിലയും ലക്ഷ്മിയുമാണ് ക്യാപ്റ്റനാകാൻ മത്സരിക്കാൻ ഉള്ളവർ. ഇന്നും അരി ഉപയോഗിച്ച് മാവാട്ടുകയായിരുന്നു ജയിലിലുള്ളവരുടെ ടാസ്ക്. അനീഷ് മാവ് ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബിന്നി വരികയും 2 പേർക്കും കൂടിയുള്ളതാണ് ടാസ്ക് എന്നും ഷാനവാസിനോട് ആട്ടാൻ പറയുകയും പകരത്തിനും ഷാനവാസ് ബിന്നിയെ കളിയാക്കുക ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെവിനും ബിന്നിയും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ഫുഡ് തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില നിമിഷങ്ങൾ. പുറത്ത് ബാത്റൂമിൽ പോകണമെന്ന് അനീഷും ഷാനവാസും ബിന്നിയോട് ആവശ്യപ്പെടുന്നു. ബിന്നി പറയുന്നത് ഞങ്ങൾക്ക് ടാസ്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തുറന്നു വിടാമെന്ന്. സ്പോൺസേർഡ് ടാസ്ക് കഴിഞ്ഞ് ബിന്നി വന്നപ്പോൾ ഷാനവാസ് വീണ്ടും ചോദിക്കുന്നുണ്ട് തുറന്നു തരാൻ. അപ്പോൾ ബിന്നി പറഞ്ഞു നിങ്ങൾ എന്നെ നേരത്തെ കളിയാക്കുകയെന്നും ക്യാപ്റ്റൻ നല്ല സൂപ്പർ ക്യാപ്റ്റനാണെന്ന് പറയുവാണെങ്കിൽ തുറന്നു വിടാമെന്ന് പറഞ്ഞു. അനീഷ് പറയുന്നു നിങ്ങൾ ഏതായാലും മോശം ക്യാപ്റ്റനാണ്, ഞങ്ങൾ ഏതായാലും അങ്ങനെ പറയില്ല എന്ന്, എന്നാലേ തുറന്നു വിടുകയുള്ളൂ എന്ന് ബിന്നി അവരെ ചൊറിയുന്നു. ഷാനവാസ് കയ്യിലിരിക്കുന്ന മാവെടുത്ത് ബിന്നിയുടെ മേത്തൊഴിക്കുന്നു. പിന്നെ അവർ തമ്മിൽ തർക്കം. ബിന്നി പറയുന്നു നീ എന്നാ പരിപാടി കാണിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവാക്കുകളും പൊടി വെടികളും. ഭയങ്കര പ്രശ്നത്തോട് പ്രശ്നം. സോറി പറഞ്ഞാലേ നിന്നെ ഞങ്ങൾ തുറന്നു വിടുകയുള്ളൂ എന്നും ക്യാപ്റ്റനെ നീ അപമാനിച്ചുവെന്നും നിനക്ക് ലേഡി ക്യാപ്റ്റൻ വന്ന അതൊരു പ്രശ്നമാണെന്നും നീ ഒരു മെയിൽ ഷവനിസ്റ്റാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളും. അതിനിടയ്ക്ക് ലക്ഷ്മി പറയുന്നു, ലക്ഷ്മിയും ചാടിപ്പടിക്കുന്നു. എടി പൊടി എന്നൊക്കെ ഷാനവാസ് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ പറയുന്നു. ബോസിനോട് പിന്നെ ഞാൻ ഏതായാലും വേണമെങ്കിൽ അനീഷിനെ തുറന്നു വിടാം, ക്യാപ്റ്റനെ അപമാനിച്ച ഷാനവാസിനെ തുറന്നു വിടില്ലെന്ന് ബിന്നി. ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ തടയാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ്. ഗത്യന്തരമില്ലാതെ ബിന്നി ഷാനവാസിനെ തുറന്നു വിടുന്നു. ഷാനവാസ് ഭയങ്കര ഭയങ്കര ഡാൻസും ഭയങ്കര എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് ബിന്നിയുടെ കളിയാക്കുന്നു. ബിന്നിയുടെ പുറത്ത് പോകുന്നു. അങ്ങനെ നീ ഇപ്പം എന്താ എന്നൊക്കെ ചോദിച്ച് ബിന്നിയും ഷാനവാസും ജയിൽ ടാസ്ക് കഴിഞ്ഞ് വന്നിട്ടും പിന്നെയും ഷാനവാസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, വഴക്കുണ്ടാകൽ. എനിക്ക് എടി പൊടി എന്ന് വിളിച്ച് ശരിയായില്ല, ഇനി അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ ലക്ഷ്മി. ഈ പറഞ്ഞ ബിന്നിയുടെ ഈഗോയെ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആദ്യമേ ബിന്നി ചൊറഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് തുറന്നു വിടേണ്ട കാര്യമേ ബിന്നിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ അത് ഷാനവാസ് അത് ഏറ്റെടുത്തു. ഷാനവാസാണ് പിന്നെ അത് വഷളാക്കിയത്, മാവ് എറിയുക അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോയത്. ബിന്നി ശരിക്കും ഹർട്ടാകുകയും ബിന്നി ശരിക്കും ട്രിഗറാകുകയും ഷാനവാസ് അതിനപ്പുറം ട്രിഗറാക്കുകയും 2 പേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇത് ഷാനവാസിന് ഭയങ്കരമായിട്ട് പുറത്ത് പ്രേക്ഷക പ്രീതി കുറയ്ക്കുക തന്നെ ചെയ്യും. ബിന്നിയാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്. ഷാനവാസ് പതുക്കെ ഒന്ന് ആദ്യത്തെ റേസിങ്ങിന് ശേഷം പിന്നെ ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ ഷാനവാസിന് വോട്ട് കൂടുതൽ കയറിയാനെ, ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായേനെ. പക്ഷേ ഇത് ഷാനവാസ് ചളമാക്കി കുളമാക്കി. ഇതിലൊന്നും ഇടപെടാതിരുന്ന ആദിലയും നൂറയൊക്കെ ഷാനവാസിന്റെ കൂട്ടുകാരുകൾ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന്. വൈകിട്ട് ഷാനവാസ് അക്ബറിനോടും ഓണിയിലോടൊക്കെ പറയുന്നുണ്ടായിരുന്നു താൻ മാവ് വാരി അറിഞ്ഞിട്ടില്ലെന്നും അതിൽ നിന്ന് തെറിച്ചതാണെന്നും ഒക്കെ വളച്ചൊടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടികളായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചുമ്മാ എന്തൊക്കെ തെരുവാക്കൾ പൊടി വെടികളൊക്കെ പിന്നെ ഉണ്ടാവുന്നുണ്ടെന്ന്. ഇത് ഷാനവാസിന് ഭയങ്കരമായിട്ട് ദോഷകരമാവും. ലക്ഷ്മി നെവിനോട് പറയുന്നുണ്ടായിരുന്നു പൊടി വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ വേറെ ആരും എന്നെ വിളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യുമോ?